നേപ്പാളിന്റെ സുരക്ഷാ ചുമതല പൂർണ്ണമായും സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ രാജിവെച്ച സാഹചര്യത്തിലാണ് തീരുമാനം. ജനങ്ങളോട് സഹകരിക്കണമെന്ന് സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗൗതം അമ്രകുഞ്ചമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഗൗതം, എന്തായാലും മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നേപ്പാൾ കടന്നുപോകുന്നത്. എന്തെല്ലാമാണ് ഇപ്പോൾ അധികൃതർ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ? അത് നിലവിൽ നേപ്പാളിലെ സാഹചര്യങ്ങൾ ഒരുപക്ഷെ സ്ഥിതിഗതികൾ വഷളാകുന്ന ഒരു വിലയിരുത്തലാണ് സൈന്യത്തിനുള്ളത്. അതായത് പ്രതിഷേധത്തിന്റെ മറവിൽ ചിലർ ഈ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് പൊതുമുതൽ നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ സാധാരണ പൗരന്മാരെ ആക്രമിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി സൈന്യത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരം പരാതികൾ അല്ലെങ്കിൽ അത്തരം കേസുകൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് സൈന്യം മനസ്സിലാക്കുന്നു. ഈ സാഹചര്യത്തിലാണ് രാജ്യത്തിന്റെ സുരക്ഷ അതീവ പ്രധാനമാണെന്നും മറ്റൊരു തരത്തിലുള്ള ശക്തികൾക്കും അവസരം നൽകാത്ത തരത്തിൽ ഒരുപക്ഷെ പ്രതിഷേധത്തിന്റെ ഒരു ഉദ്ദേശം തന്നെ അട്ടിമറിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ചുമതല അത് സൈന്യത്തിന്റെ കൈവശമാണ് ഉള്ളത് എന്ന ബോധ്യത്തിൽ നിന്നാണ് ഇപ്പോൾ സൈന്യം ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. രാത്രി 10 മണിയോടുകൂടി സൈന്യം രാജ്യത്തിന്റെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ജനങ്ങളോട് ഇതുമായി പൂർണ്ണമായും സഹകരിക്കണമെന്നും നിലവിൽ സൈന്യം നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ഈ പ്രതിഷേധത്തിനൊപ്പമാണ് സൈന്യമെന്നും പറയാതെ പറയുന്ന ഒരു നിലപാടിലാണ് ഇപ്പോൾ നേപ്പാളിലെ സൈന്യമുള്ളത്. പ്രധാനമന്ത്രിയും ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയും ഉൾപ്പെടെ രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ആക്രമിക്കപ്പെടുകയും പലായനം ചെയ്ത സാഹചര്യത്തിലാണ് രാജ്യത്തിന്റെ സുരക്ഷ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിൽ സൈന്യം പൂർണ്ണമായും തീരുമാനമെടുക്കുമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ നേപ്പാൾ പ്രധാനമന്ത്രിയോട് കെ പി ശർമ്മയോട് സൈന്യം ആവശ്യപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ നിലനിന്നിരുന്നു. അതായത് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകും എന്നത് സംബന്ധിച്ച് സൈന്യത്തിന് നേരത്തെ തന്നെ ഒരു ധാരണയുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ ഈ പ്രതിഷേധത്തെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് സംബന്ധിച്ചുള്ള ഒരു പദ്ധതി സൈന്യത്തിന് ഉണ്ടായിരുന്നിരിക്കണം. ആ ഒരു ഘട്ടത്തിലാണ് നിലവിൽ ജനരോഷം ഒരു വിജയം കണ്ടു എന്ന വിലയിരുത്തൽ വന്ന മണിക്കൂറുകൾക്ക് ശേഷം നിലവിൽ സൈന്യം അത്തരത്തിലൊരു നിലപാടിലേക്ക് കടക്കുന്നത്. പ്രതിഷേധത്തിന്റെ ഉദ്ദേശം പൂർണ്ണമായിരിക്കുന്നു എന്നതാണ് വിലയിരുത്തൽ സൈന്യത്തിന്റെ.